നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ നൽകിയ ഒരു ഇടവേളകൾക്ക് ശേഷം പ്രവാസികൾ ഗൾഫ് മേഖലകളിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഓരോ അറബ് രാഷ്ട്രങ്ങൾ നൽകിയിട്ടുള്ള മാനദണ്ഡ പ്രകാരമാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കൊറോണ വ്യാപനം മുൻനിർത്തി ചെറിയ പിഴവുകൾ പോലും പ്രവാസികൾക്ക് വലിയ തലവേദനകൾ നൽകും. അത്തരം സംഭവങ്ങൾ ദിനംപ്രതി വാർത്തകളിലൂടെ പുറത്തേക്ക് വരികയാണ്. അത്തരത്തിൽ നാട്ടിൽ നിന്ന് ബഹ്റൈനിലേക്ക് തിരിച്ചെത്തിയ പ്രവാസി വിസ റദ്ദായതിനാൽ വിമാനത്താവളത്തിൽ കുടുങ്ങി. മുഹറക്കിൽ കോൾഡ് സ്റ്റോറിൽ ജോലി ചെയ്യുന്ന 66-കാരനായ കോഴിക്കോട് സ്വദേശിയാണ് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കുടുങ്ങിയത്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് കോഴിക്കോട് നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇദ്ദേഹം ബഹ്റൈനിൽ എത്തിച്ചേർന്നത്. ഒക്ടോബർ 16 വരെ ഇദ്ദേഹത്തിന് വിസയുടെ കാലാവധിയും ഉണ്ട്. വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്പോൺസറുടെ CR റദ്ദായെന്ന് കണ്ടെത്തിയത് പോലും. CR റദ്ദായ വിവരം സ്പോൺസർ ഇദ്ദേഹത്തെ അറിയിച്ചതുമില്ല. വിസ റദ്ദായതിനാൽ ഇദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുമതി ലഭിച്ചില്ല. ഇതേ തുടർന്ന് 220 ദിനാർ നൽകിയാണ് ഇദ്ദേഹം വിമാന ടിക്കറ്റ് എടുത്തത്. വിസ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ബഹ്റൈനിൽ എത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഉയർന്ന തുക നൽകി ടിക്കറ്റ് എടുത്തത്. വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ കോവിഡ് ടെസ്റ്റിന് 60 ദിനാർ അടയ്ക്കുകയും ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ടുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ ഇദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോകും. ബഹ്റൈനിൽ എത്തിയ ശേഷം വിസ റദ്ദായെന്നറിഞ്ഞ് തിരിച്ചു പോകേണ്ടി വന്ന സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. 1-2 ദിവസം വിമാനത്താവളത്തിൽ തന്നെ കഴിച്ചുകൂട്ടിയാണ് ഇവർക്ക് തിരിച്ചു പോകാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ചയും സമാന സംഭവം ഉണ്ടായതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. സാധാരണ തൊഴിലാളികളാണ് അധികവും ഇത്തരത്തിൽ കുടുങ്ങിപ്പോകുന്നത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ CRലല്ലാതെ മറ്റ് CRകളിൽ എടുത്ത വിസകളിൽ ജോലി ചെയ്യുന്നവർക്ക് വിസ റദ്ദായാലും കൃത്യസമയത്ത് അറിയാൻ സാധിക്കില്ല. ഇതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത്. നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വിസയുടെ പ്രാബല്യം ഉറപ്പുവരുത്തുകയാണ് ഇതിന് പോംവഴിയെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു. LMRA വെബ്സൈറ്റിൽ നിന്ന് വിസ കാലാവധി സംബന്ധിച്ച വിവരങ്ങൾ അറിയാനാകുന്നതാണ്. വിസ കാലാവധി ഉറപ്പുവരുത്തി യാത്ര പുറപ്പെട്ടാൽ തുടർന്ന് ഇത്തരത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും ധനനഷ്ടവും ഒഴിവാക്കാൻ സാധിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.